മുആവിയത്ത് ഇബ്നുൽ ഹക്കം റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹത്തിന് ഉഹദിന്റെ ജഅറാനയുടെ തായ്വരയിൽ കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നു. അതിനെ നോക്കാൻ വേണ്ടി ഒരടിമപ്പെണ്ണിനെ വെച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം വന്നു നോക്കുമ്പോ അവളിരുന്ന് മയങ്ങുന്നുണ്ട്. ആടിനെ ചെന്നായ കൊണ്ടുപോകുന്നു. അത് കണ്ടപ്പോ അവളെ അദ്ദേഹം ശക്തമായിട്ടൊന്ന് പ്രഹരിച്ചു, ഒന്നടിച്ചു. അടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് കോപം തണുത്തപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്താപവും ഉണ്ടായി. നേരെ നബിന്റെ അടുക്കലേക്ക് ചെന്നു, നബിയെ, ഞാൻ ആദമിന്റെ മക്കളിൽ എല്ലാവരെയും പോലൊരു മനുഷ്യനാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്റെ ദേഷ്യം തീർക്കാൻ ഞാൻ എന്റെ അടിമപ്പെണ്ണിനെ തല്ലിപ്പോയി. അതുകൊണ്ട് അതിന് പ്രായശ്ചിത്തമായി ഞാൻ അവളെ മോചിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അതാണ് സ്വഹാബത്ത്. എന്തെങ്കിലും ഒന്ന് അവരിൽ നിന്ന് വന്നാൽ ഒരു തിന്മ വന്നുപോയാൽ നന്മ കൊണ്ട് തുടർത്തുക. അതേ ഇനത്തിൽ പെട്ടെന്ന് അത് മായ്ച്ചു കളയാൻ വേണ്ടി അവരതാണ് ചിന്തിക്കുക. നേരെ വന്നിട്ട് നബിനോട് ചോദിച്ചു, ഞാൻ അവളെ മോചിപ്പിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാകുന്നത് മുഅ്മിനത്തായ അടിമയെ മോചിപ്പിക്കലാണ് കഫാറത്ത്, പശ്ചാത്താപങ്ങൾക്ക് ചെയ്യേണ്ടത്. മുഅ്മിനത്താണോ അവള്, അത് പരിശോധിക്കട്ടെ. നബി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് 2 ചോദ്യമാണ് ചോദിച്ചത്. അതിലാദ്യത്തെ ചോദ്യം ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ്? അവൾ പറഞ്ഞു ഫിസ്സമാ, മുകളിലാണ്, ഉപരിയിലാണ്. മൻ അന, ഞാൻ ആരാണ്? അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിലുള്ള ഈമാൻ, റസൂലിലുള്ള തസ്ദീഖ്, രണ്ടിനും 2 ചോദ്യം. എന്നിട്ട് റസൂലുള്ളാഹ് പറഞ്ഞു, അഅതിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, നീ അവളെ മോചിപ്പിച്ചേക്കൂ, അവൾ മുഅ്മിനത്താണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളതാണ് സ്വഹീഹായ ഈ ഹദീസ്. നമ്മുടെ നാട്ടില് അശ്അരി അഖീദയാണ് തലയിൽ കയറ്റി നടക്കുക. ഇവിടെയുള്ള പണ്ഡിതന്മാരെന്ന് പറയുന്നവരും പാമരന്മാരെന്ന് പറയുന്നവരൊക്കെ. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹ് എവിടെയാണ്? ജഹ്മികൾ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ നിങ്ങളൊരു ജിഹത്ത് പറയരുത്. അള്ളാഹ് എവിടെയാണ്? തൂണിലുമല്ല, തുരുമ്പിലുമല്ല, എന്നിലുമല്ല, നിന്നിലുമല്ല, മാഫി ജുബ്ബത്തി ഇല്ലല്ല. ഇതാണ് അവരെ ദിക്ർ തന്നെ. എല്ലാ അല്ല, എവിടെയും അല്ല, എല്ലാത്തിലും അല്ല. ഈ ജുബ്ബന്റെ ഉള്ളിലും അല്ലല്ലാതെ വേറെ ആരുമില്ല. ഞാനും അല്ല, നീയും അല്ല. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അദ്വൈതം തന്നെയാണ് സൂഫിയത്തും തസവുഫും. ഇത് രണ്ടും തമ്മിലുള്ള കൂട്ടുകെട്ട് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാം. ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് ഉള്ളിലിരിക്കുന്ന കൂട്ടുകെട്ടാണ്, അഖീദയിലുള്ള കൂട്ടുകെട്ടാണ്. എല്ലാ അല്ല, ഹാ അല്ല, ഹു അല്ല, അല്ലാഹു, മാ അന ഇല്ല അൻത, മാ അന ഇല്ല അൻത. ഇതാണ് ഇവരുടെ സൂഫികളുടെ വിർദ്. ഞാൻ എന്ന് പറഞ്ഞാൽ നീ തന്നെ, നീ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. അതന്നെ, ഞാനും നീ ഒന്നെ. അള്ളാഹ് എന്നിട്ട് വേറൊന്നുണ്ടാവൂല. നിങ്ങളിപ്പോ ജീവിക്കുന്നത്, നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരീഅത്തിലാണ്. അത് പൊട്ടന്മാരെ ദീനാണ്. ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, ഈമാനിങ്ങോട്ട് കേറാത്ത, യക്കീനായിട്ടെത്താത്ത സാധാരണക്കാരുടെ എന്ന് പറഞ്ഞ സ്വഹാബിമാരൊക്കെ പോലത്തെ വില കുറഞ്ഞ ആൾക്കാരുടെ ഇതാണ് അവർ പറയുന്നത്. അവരൊക്കെ അതിലായിരുന്നു. കണ്ണും പൂട്ടി ഇങ്ങനെ നിങ്ങൾ തക്ലീദിന്റെ ദീനാണ്. നമ്മളത് അതല്ല. ഞങ്ങൾ ശരീഅത്തുനിന്ന് മാറി അവിടുന്ന് ത്വരീഖത്തിലെത്തി. പിന്നെ ത്വരീഖത്തും വന്ന് മാറി പിന്നെ അത് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഹഖീഖത്തിലെത്തി. ഹഖീഖത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശരീഅത്തൊന്നും ബാധകല്ല. പിന്നെ നിങ്ങൾ കാണുന്നതല്ല മൂപ്പര് ചെയ്യണത്. മൂപ്പര് അള്ളാഹുമായിട്ട് ലയിച്ചിരിക്കുകയാണ്. ഹഖീഖത്തിലെത്തിയ ആള് ലഖദ് വസൽ എന്താ പറയാ, ലഖദ് വസൽ, എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മർത്തബ. അതിന് ശൈഖുൽ ഇസ്ലാമിനെ പോലുള്ള ഒരു മറുപടി പറഞ്ഞു, ലഖദ് വസൽ, നഅം വസൽ, വലാകിൻ ഇലാ സഖർ, നരകത്തിലേക്ക് എത്താം. കാരണം എന്താ? നിസ്കരിക്കോ? പിന്നെ ഇല്ല. നിസ്കാരം കേൾക്കാണ് ശരീഅത്തുകാർക്ക്. നമുക്ക് ത്വരീഖത്തുകാർക്ക് നിസ്കാരമില്ല. ഏത് ഹഖീഖത്തുകാർക്ക് നിസ്കാരമില്ല. ഹഖീഖത്തിൽ എത്തിക്കഴിഞ്ഞു, അള്ളാഹുമായിട്ട് ഫന ലയിച്ചു കഴിഞ്ഞു.
ഫനായിലായി, ഒന്നെന്നായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എനിക്ക് അള്ളാഹിനെ വിളിച്ച് ഇബാദത്ത് ചെയ്യേണ്ട, അള്ളാഹിനോട് ഇബാദത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ തന്നെ എന്നുള്ളിടത്തെത്തും. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ അവിടെയാണ് ഇവിടെയാണെന്നൊന്നും പറയാൻ പാടില്ല. അള്ള എല്ലായിടത്തുമാണ്. സാധാരണ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ തന്നെ പറയില്ലേ, എവിടെ അള്ളാഹ്? അള്ള എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണ് അള്ളാഹ്. ഇങ്ങനെ പറയാം. അള്ള എവിടെയാണ്? അത് അള്ള എവിടെയാണെന്നുള്ളത് ഖുർആനിൽ അള്ള പറഞ്ഞു തന്നു. മൻഫിസ് സമാ. ഈ സൂറത്തിൽ 2 തവണ ആവർത്തിച്ചു. ഖുർആനിൽ ധാരാളം അതില്ലത്തുകൾ, ആയിരക്കണക്കിന് അതില്ലത്തുകൾ അള്ളാഹുവിന്റെ ഉലൂവിനെ സംബന്ധിച്ചുണ്ട്. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ കിതാബുൽ ഉലൂവിൽ ആയിരക്കണക്കിന് ദലീലുകൾ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഉലൂവിന്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല. ഇതാ നമ്മുടെ ദിക്ർ. നമ്മുടെ റബ്ബ് ഉപരിയിലാണ് എന്നല്ല, മനുഷ്യന്റെ പ്രകൃതിയിൽ, മനുഷ്യന്റെ എന്നല്ല എല്ലാ ജീവജാലങ്ങളുടെ പ്രകൃതിയിലും അള്ളാഹ് ഊട്ടിയുറപ്പിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. ഒരഡ്യന്റെ അടിച്ച തല ഉയർത്ത വിളിക്കുക. സ്വാഭാവികമായിട്ടൊന്ന് ഈ പറഞ്ഞ വൃത്തികെട്ട അഖീദ ആലോചിച്ചില്ലെങ്കിൽ, ആലോചിക്കാത്തവൻ എങ്ങോട്ട് നോക്കിയിട്ടാ കൈ ഉയർത്ത? 2 പൊട്ടിച്ചെടുത്ത നിനക്കൊക്കെ കിട്ടൂടാ എന്നാ എങ്ങോട്ടാ ഉയർത്ത? ഈ അഖീദ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ, ഈ ദുരിതം പിടിച്ച ഈ വൃത്തികെട്ട വിശ്വാസം മനസ്സിലില്ലെങ്കിൽ, എല്ലാ ജീവജാലങ്ങളും നിങ്ങൾ നോക്കും, അത് പ്രയാസപ്പെടുമ്പോ തല ഉയർത്തുന്നത് ആകാശത്തേക്കാണ്, ഉപരിയിലേക്കാണ്, മുകളിലേക്കാണ്. എന്നിട്ടിവിടെ തൗഹീദ് പഠിപ്പിക്കുന്ന, തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന് ക്യാപ്ഷൻ എഴുതി നടക്കുന്ന ആൾക്കാർ പോലും, അവർക്ക് പോലും ഈ അഖീദയില് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല കാര്യങ്ങൾ. അതിലൊരാൾ പറഞ്ഞതാണ്, ഞാന് സൗദി അറേബ്യക്ക് പോയപ്പോ എന്നോടൊരു അറബി ചോദിച്ചു അയ്നല്ലാഹ്. ഞാൻ ഞെട്ടിപ്പോയി. ഒരു സുല്ലമ്യ. അയാൾ പിന്നെ എന്തായിരുന്നു പഠിച്ചതെന്നാ? ഇമാം മുസ്ലിമിലെ ഹദീസ് പരീക്ഷയ്ക്ക് പഠിച്ച വല്ല പുട്ടും കുറ്റി എന്നാ സാധാരണ നമ്മളെ പഠിപ്പിച്ച ഉസ്താദന്മാർ പരീക്ഷയെ കുറിച്ച് പറയാം. നിങ്ങളെ വിദ്യാഭ്യാസം പുട്ടും കുറ്റി വിദ്യാഭ്യാസമാണെന്ന് പറയും. എന്താ? ഒക്കെ ഇങ്ങനെ നിറക്കുക, ഒരു കൊല്ലം 10 മാസം ഇങ്ങനെ നിറച്ച് അത് കഴിഞ്ഞിട്ട് ആദ്യം ഇങ്ങോട്ട് വന്ന് പരീക്ഷ ആയിക്കഴിഞ്ഞാൽ ഒറ്റക്കുത്ത്, പിന്നീട് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. അതങ്ങൾ പഠിക്കണതിന്റെ കോലം നിറഞ്ഞു. ഈ മുസ്ലിമൊക്കെ പഠിച്ചത് ആ കോലത്തിലായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിലോ സൂറത്ത് തബാറക്ക എന്നും ഓതേണ്ടതാണ്, ഓതുന്നുണ്ടാവൂല. അല്ലെങ്കിൽ ഓതിയാലോ തല കേറുന്നുണ്ടാകൂല. അഖീദ പഠിക്കന്നെ വേണം. അശ്ശരീത് ഓതുന്നോനാ, പക്ഷെ ഇത് ഓതുമ്പോ അവനെന്താ അർത്ഥം പറയാന്നറിയോ? നിങ്ങൾക്കറിയോ? നമ്മുടെ അമരാവതി പള്ളിയിൽ ഒരു ബോർഡ്, ഒരു ഹദീസ് എഴുതി വെച്ചിരിക്കും, മലയാളത്തിൽ അർത്ഥം. ഹദീസല്ല, ഒരർത്ഥ പരിഭാഷ. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു ഹദീസായിരിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കൂ. വല്ല പ്രശ്നമുണ്ടോ? എന്താ ഹദീസ്? ഇർഹമു മൻ ഫിസ് സമാ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഇർഹമു, നിങ്ങൾ കരുണ ചെയ്യിൻ, മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട്, യർഹമുക്കും, നിങ്ങളോട് കരുണ ചെയ്യും. മൻ ഫിസ് സമാ എന്തർത്ഥം? ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ പിന്നെന്തർത്ഥം പറയേണ്ടത്? ആകാശത്തുള്ള എന്ന് പറഞ്ഞാൽ മതി. ആകാശത്തിന്റെ അധീപൻ. അവിടെ മുൽക്ക് കൊണ്ടെന്നെന്തിനാ? ഇത് വ്യാഖ്യാനിക്കാനാണ്, ദുർവ്യാഖ്യാനിക്കാൻ. ആകാശത്തുള്ളവർ അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല, ഉപരിയിലുള്ളവൻ അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല. അത് അള്ളാഹ്ക്ക് ജിഹത്തിനെ സങ്കല്പിക്കലാകും. അങ്ങനെ ഒരു ഭാഗത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് ഉപമിക്കലാകും, അത് ശിർക്കാകും എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരല് മേലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ദുആ ചെയ്യുമ്പോൾ വിരല് മേലേക്ക് ചൂണ്ടി, അതുപോലെ തന്നെ വിരല് മേലെ ചൂണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു. മൻ ഫിസ് സമാ, മുകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ സ്ത്രീയുടെ ഈമാൻ പരിശോധിക്കാൻ റസൂലുള്ള ചോദിച്ച ചോദ്യം, ഈ മനുഷ്യൻ സൗദി അറേബ്യ പോയപ്പോ ഒരു അറബി ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് പണ്ട് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന, മക്കത്തുണ്ടായിരുന്ന, മദീനത്തുണ്ടായിരുന്ന ഈ അറബിയാണ് ചോദിച്ചിരുന്നെങ്കിലോ, അഥവാ സാക്ഷാൽ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായിരുന്നെങ്കിലോ, ഈ അടിമപ്പെണ്ണിനോട് ചോദിച്ചതുപോലെ അയിനല്ലാന്ന് ചോദിച്ചാൽ ഞെട്ടിയിട്ട് കാര്യമുണ്ടോ? ഈമാൻ ഇല്ല എന്ന് പറയും. അവൾ മുഅ്മിനത്താണ്, ഞെട്ടിയില്ല.
ഫിസ്സമാ എന്ന് പറഞ്ഞു. ഞെട്ടാത്ത ഈമാൻ അവർക്കുണ്ടായിരുന്നു. ഇവർ തൗഹീദിന്റെ വലിയ നടുക്കണ്ടങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഈ വിഷയത്തിൽ അസ്മാ വസിഫാത്തിന്റെ വിഷയത്തിലോ തൗഹീദിന്റെ വിഷയത്തിലോ അഖീദന്റെ വിഷയത്തിലോ പഠിപ്പിക്കൂല. വല്ലോരും പഠിപ്പിച്ച അവരെ പരിഹസിച്ചു നടക്കും. പിന്നെ കേറോ പരിഹസിച്ചൊരു കാര്യം ദീനില് പിന്നെ അവനവനതിന് തൗഫീഖ് കിട്ടൂല. ദീനിനെ പരിഹസിക്കുന്ന സൂക്ഷിക്കണം. അള്ളാന്റെ കിതാബിനെയും റസൂലുള്ളാന്റെ സുന്നത്തിനെയും അതിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള അവാമിറുകളെയും പരിഹസിച്ചാൽ പിന്നെ നമ്മളതിന്റെ അഖിലാരായിട്ട് മാറൂല. അള്ള പ്രത്യേകമായി കാരുണ്യം ചെയ്താലല്ല, തൗബ സ്വീകരിച്ച് കാരുണ്യം ചെയ്താലല്ല. ദീനിനെ പരിഹസിക്കുന്ന അങ്ങനെ പരിഹസിച്ചെടുക്കും. ഈ അഖീദ പഠിപ്പിച്ചവനെ പരിഹസിക്കും. മൻ ഫിസ്സമാ അതാ ഹദീസിലുള്ളതാണ്. പക്ഷെ അശ്അരികൾ അത് വിശ്വസിക്കൂല. ജഹ്മികൾ എന്താ? അവരെ ഉപ്പാപ്പാരാണ് ജഹ്മികൾ. അവരെങ്ങനെ മുഅത്തിലത്ത് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാന്നറിയോ? ആരാണ് അള്ളാഹ്? ലാ ഫൗഖ് വലാ തഹ്ത് വലാ യമീൻ വലാ യസാർ വലാ ദാഖിൽ വലാ ഖാരിജ്. അപ്പൊ പിന്നെ എവിടെയാണ്? ലാ ഫൗഖ് മുകളിലല്ല, വലാ തഹ്ത് താഴെയില്ല. നമ്മളൊരാളെ ഒരു പരിശോധിക്കാൻ വേണ്ടി പോയിട്ട് പറയണത് ആ മുറിയിൽ നോക്കി അവിടില്ല, ഈ മുറിയിൽ നോക്കി അവിടില്ല, പുറത്തു നോക്കി അവിടില്ല, അകത്തു നോക്കി അവിടില്ല എന്ന് പറഞ്ഞ എന്തായി? ഇല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ അത് വിശദീകരിച്ചാണ് അല്ലേ? മുകളിലുമില്ല താഴെയില്ല, വലതുമില്ല ഇടതുമില്ല, ഉള്ളിലില്ല പുറത്തുമില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞത് അദ്മ് എന്നതിന് ഇല്ലായ്മ എന്നതിന് ഏറ്റവും നല്ല താരീഫ്, ഇല്ലായ്മക്ക് ഏറ്റവും നല്ല നിർവചനം. അപ്പൊ ഇവർ അള്ളെന്താ ഇല്ല എന്നാണ് സ്ഥാപിക്കുന്നത്. അള്ള ഉണ്ട് എന്നാണ് സ്ഥാപിക്കണവര്. ആരാണ് അള്ളാന്ന് പറയുന്നത്? അള്ളാനെ നിർവചിക്കുമ്പോ പറയുന്ന കോലാണ്. ഒരു ഇല്ലായ്മക്ക് എന്ത് നിർവചനം പറയാമോ അതാണ് അവർക്ക് അള്ളാന്റെ നിർവചനം. ഇയ്യാദം ബില്ലാഹ് നഊദു ബില്ലാഹി മിനൽ ഖുദ്ലാൻ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്, അള്ളാഹനെ അറിയേണ്ടത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അതാണ് എല്ലാ ദിവസവും ഇത് ഓതിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയാൽ മതി. നമ്മുടെ അഖീദ അത് ക്ലിയറാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഈമാൻ അത് ഉറപ്പിക്കുന്ന കാര്യമാണ്. അഅമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തമൂർ. അവിടെ മറ്റൊരു കാര്യം കൂടി. ഈ സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൽ മുൽക്ക്. ഇതിലെ തുടക്കം മുതൽ നമ്മൾ തഫ്സീർ വായിച്ചു പോന്നപ്പോ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ ഭാഗവും അള്ളാന്റെ മുൽക്കിന്റെ വിശദീകരണം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞിട്ട് ആ അള്ളാനെയാണ് അല്ലദീ ഇങ്ങനെ ചെയ്യുന്നോൻ, ഇങ്ങനെ ചെയ്യുന്നോൻ, ഇങ്ങനെയുള്ളവൻ. അള്ളാനെ, അവന്റെ മുൽക്കിനെയാണ് വിശദീകരിക്കുന്നത്. അള്ളാന്റെ മുൽക്കിന്റെ, അള്ളാന്റെ അധികാരത്തിന്റെ, അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെ, അള്ളാഹുവിന്റെ ഇസ്സത്തിന്റെ, വഹുവൽ അസീസ്, അള്ളാഹുവിന്റെ ഇസ്സത്തിന്റെ, അവന്റെ ഖുദ്റത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഏഴാകാശങ്ങൾക്കും ഉപരിയിൽ, അർശിനും ഉപരിയിലാണ് അവൻ ഇസ്തിവാ ചെയ്തിരിക്കുന്നത്. ആ അള്ളാഹ് ഏഴാകാശങ്ങൾക്കുപരിയിൽ നിന്ന് ഭൂമിയെ നിങ്ങളെ ആഴ്ത്തിക്കളയാൻ കഴിവുള്ളവനാണ്.